നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. CPIM നേതാവ് ശ്രീ കാരായി രാജനാണ് ഇന്ന് അതിഥി. സ്വാഗതം. നദീർ വീട്ടിലെത്തി, കാരായി രാജൻ വീട്ടിലെത്തിയിട്ട് 4.5 കൊല്ലമായി എന്നൊരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന് അർത്ഥമുണ്ടോ? താങ്കൾ ഫസൽ വധക്കേസിലെ 8ാം പ്രതിയാണ്. താങ്കൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയപ്പോഴുള്ള ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാതെ എറണാകുളത്ത് താമസിക്കുന്നത്. അത് നിയമവ്യവസ്ഥ നൽകിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി താങ്കൾ തങ്ങുന്നതാണ്. അതിലെവിടെയാണ് അനീതി? നിയമവ്യവസ്ഥയെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ജാമ്യം എന്നുള്ളതും നിയമത്തിൻ്റെ ഭാഗമാണ്, അത് മൗലിക അവകാശമാണ്. ഈ ജാമ്യ വ്യവസ്ഥയിലെ ഈ കണ്ടീഷൻ ഇപ്പോൾ കേരളത്തിൽ സമാനമായ ഒട്ടനവധി കേസുകളുണ്ട്. അത്തരം കേസുകളിൽ ഇതുപോലെയുള്ള കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് അനീതിയുടെ പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. തീർച്ചയായും ഞങ്ങൾ നിരപരാധികളാണ് എന്ന് സമൂഹത്തിനറിയാവുന്ന, അറിയേണ്ടവരെല്ലാം അറിയുന്ന ഒരു കാര്യത്തിൽ നീതി നിഷേധം സ്വന്തം നാട്ടിൽ പോകാൻ പറ്റാതെ, സ്വന്തം നാട്ടുകാരെ കാണാൻ പറ്റാതെ, കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റാത്ത ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും നീതി നിഷേധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിരപരാധിത്വം തെളിയിക്കേണ്ടത് നിയമത്തിന് മുൻപിലാണല്ലോ. ഈ വിഷയത്തിൽ ഹൈക്കോടതി ജാമ്യം നൽകുമ്പോഴാണ് ഈ വ്യവസ്ഥ മുന്നോട്ട് വെച്ചത്. താങ്കൾ സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി. സുപ്രീം കോടതി പക്ഷേ ആ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി, അതായത് എന്താണോ ഹൈക്കോടതി പറഞ്ഞത് ആ വ്യവസ്ഥയ്ക്ക് അനുകൂലമായാണ് വിധിച്ചത്. അപ്പോൾ നിയമത്തിന് മുൻപിലുള്ള എല്ലാ സാധ്യതകളും ആരാഞ്ഞതാണ്. നിയമം പറയുന്നത് ശരി തന്നെ. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ പൗരൻ്റെ അവകാശം, നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെയുള്ള മൗലിക അവകാശം ഞങ്ങൾക്ക് കൂടി ലഭ്യമാവണം. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഒന്ന്, കേസ് പൂർത്തിയായിട്ടില്ല. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ഈ കേസിനെ സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലുകൾ വരികയാണ്. ആ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരന്വേഷണം എന്നുള്ളത് ഇപ്പോൾ CBI അക്കാര്യം കൂടുതലായി അന്വേഷിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്. അതിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേറൊരു അന്വേഷണം സാധ്യമാകുമോ? അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. അതിൻ്റെ നിയമസാധ്യതയെ സംബന്ധിച്ചൊക്കെ ആലോചിക്കേണ്ടതാണ്. ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒട്ടനവധി കേസുകളിൽ നേരത്തെ കണ്ടെത്തിയ കാര്യങ്ങൾ തെറ്റെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ പുനരന്വേഷണം നടന്നിട്ടുണ്ട് എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. പുനരന്വേഷണത്തിന് സാധ്യതകളൊക്കെ ഉണ്ട്. അത് തയ്യാറാവും. അതാണ് നീതി, അതാണ് നിയമം എന്നാണ് ഞങ്ങളുടെ പക്ഷം. അല്ല, കാര്യത്തിൽ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാരിനോട് തീർച്ചയായിട്ടും അത് ആവശ്യപ്പെടും. പിന്നെ അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമില്ല. നിയമജ്ഞന്മാരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ട. താങ്കൾ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. CPIM ആണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. സ്വാഭാവികമായും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് മുൻപിൽ ഒരു ആവശ്യം വയ്ക്കാനില്ലേ? സർക്കാരിൻ്റെ മുമ്പിൽ ഈ ആവശ്യം എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ പുതിയ വെളിപ്പെടുത്തൽ എന്നുള്ളത്. ഈ വെളിപ്പെടുത്തൽ വന്നിട്ട് കൃത്യതയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് 2 വർഷമായി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് CPMന് ബന്ധമില്ലാത്ത കേസാണ് എന്ന് തുടക്കം തൊട്ടേ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് NDFും പറഞ്ഞിട്ടുണ്ട്. NDFിൻ്റെ ജില്ലാ കൺവീനറാണ് ആധികാരികമായിട്ടെന്ന് RSS നടത്തിയ കൊലപാതകമാണ് എന്ന് പത്രക്കാരോടും CPMന്റെ നേതാക്കന്മാരോടും ഒക്കെ പരസ്യമായി. പക്ഷേ RSS നടത്തിയ കൊലപാതകത്തിന് എങ്ങനെ CPIMകാർ പ്രതികളാകും? അതാണ് ഒരു വിരോധാഭാസം. ഇത് ലോകത്ത് വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരപരാധികളെന്ന് മാത്രമല്ല, ഈ സംഭവത്തിൽ പങ്കെടുത്ത പാർട്ടിക്കാരുമല്ല. അപ്പോൾ പാർട്ടി തന്നെ മാറി ഒരാൾ പ്രതിയാവുന്ന, കൊലപാതകം നടത്തിയ പാർട്ടി തന്നെ ഈ കേസിൻ്റെ ഭാഗമായി തീരാത്ത ഒരു വല്ലാത്ത സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അല്ല, അതിൻ്റെ കൗതുകം എന്താണ് എന്ന് വെച്ചാൽ, ഈ കേസെടുക്കുന്നത് കേരള പോലീസാണ്. കേസെടുക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് താങ്കളുടെ പാർട്ടിയാണ്. താങ്കളുടെ പാർട്ടിയുടെ താങ്കളുടെ നാട്ടിലെ തലശ്ശേരി നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി. എന്നിട്ടും തെറ്റായി CPM പ്രവർത്തകരെ പ്രതി ചേർത്തു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമാണ്. ആ കാര്യങ്ങൾ ജനങ്ങൾക്കൊക്കെ അറിയാം. എന്താണെന്ന് പറയുക, ഏത് അന്വേഷണ സംവിധാനങ്ങൾക്കും ഇന്ത്യ രാജ്യത്ത് വിവിധ കേസുകൾ അന്വേഷിച്ചപ്പോൾ പാകപ്പിഴവുകളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ അന്വേഷണ സംഘത്തിന് തെറ്റുപറ്റാം. കേരള പോലീസിൻ്റെ, അതായത് കോടിയേരി ബാലകൃഷ്ണന് കീഴിലുള്ള കേരള പോലീസിൻ്റെ
ലോക്കൽ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിന്, ക്രൈംബ്രാഞ്ചിന്, രാജ്മോഹൻ്റെ നേതൃത്വത്തിലുള്ള SITക്ക് ഈ 3 സംഘങ്ങൾക്കും തെറ്റുപറ്റുകയും അതേ തെറ്റ് CBIക്കും പറ്റുകയും ചെയ്യുക എന്നുള്ളത് എങ്ങനെ ശരിയാകും? തെറ്റ് തന്നെയാണ്. ഏത് അന്വേഷണ സംവിധാനം പാകപ്പിഴവ് കാണിച്ചാലും ആ തെറ്റിനെ അംഗീകരിക്കുകയാണല്ലോ വേണ്ടത്, തിരുത്തുകയാണല്ലോ വേണ്ടത്. എല്ലാ അന്വേഷണ സംവിധാനങ്ങൾക്കും തെറ്റുപറ്റുമോ? തെറ്റ് പറ്റാം. അതാണല്ലോ ഈ വസ്തുതകൾ, പുറത്തു വന്ന വസ്തുതകൾ അതാണ് വ്യക്തമാക്കുന്നത്. അല്ല, ഒരു തെറ്റ് പറ്റാം, ഒന്നിലധികം തെറ്റും പറ്റാം. പക്ഷേ ഒരേ തെറ്റ് 4 തവണ അന്വേഷണ ഏജൻസികൾ പറ്റുക എന്നുള്ളത് അസാധ്യമല്ലേ? ലോക്കൽ പോലീസിന്, ക്രൈംബ്രാഞ്ചിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന്, CBIക്ക്, ഈ 4 ഏജൻസികൾക്ക് ഒരേ അന്വേഷണത്തിൽ ഒരേ തെറ്റ് പറ്റുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഉള്ളതായിട്ട് കാണുകയല്ലേ നമ്മുടെ മുമ്പിലുള്ള വിഷയം. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. അവിടെയാണ് തെറ്റ് പറ്റിയോ എന്നതിന് കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് പറ്റുക. ഫസലിൻ്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച വേളയിൽ ആ കേസ് പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലാണ് ഈ കേസിൽ CPIM പ്രവർത്തകർ പ്രതി ചേർക്കപ്പെട്ടത്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP അന്നത്തെ ആഭ്യന്തരമന്ത്രിയോട് ഇക്കാര്യത്തിൽ CPIM പ്രവർത്തകരുടെ അറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ അനുമതി ആവശ്യമില്ല എന്ന നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ എടുത്തത്. തലശ്ശേരിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളാണോ കോടിയേരി ബാലകൃഷ്ണൻ? പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് CPIMൻ്റെ മന്ത്രിമാർ ഇതുപോലുള്ള കേസുകളിൽ നേരിട്ട് മന്ത്രി എന്ന നിലയിൽ ഇടപെടുന്ന സമ്പ്രദായം ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിൻ്റെ വഴിയിൽ നടക്കട്ടെ എന്ന് മാത്രമേ ഒരു മന്ത്രിക്ക് ധരിക്കാൻ പറ്റൂ. കോടിയേരിയും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. മന്ത്രി തെറ്റായി ഇടപെടേണ്ട, പക്ഷേ സ്വന്തം പാർട്ടി പ്രവർത്തകരെ തെറ്റായി കേസിൽ പ്രതി ചേർക്കാൻ, അവരെ ബലിയാടാക്കാൻ ആഭ്യന്തരമന്ത്രി കൂട്ടുനിൽക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രി ഇടപെട്ടുകൊണ്ടോ മന്ത്രിയുടെ അനുവാദത്തോടു കൂടിയോ മന്ത്രി തീരുമാനിച്ചുകൊണ്ടോ ആണ് ഒരു കേസന്വേഷണം നടക്കുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല. അത് എൻ്റെ പാർട്ടിക്കുണ്ടാകും തോന്നില്ല. അത് അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശരി, അതായത് 2006 മുതൽ തന്നെ ഈ കാര്യത്തിൽ CPIMന് ഞങ്ങളല്ല കൊന്നത് എന്നുള്ള കാര്യത്തിൽ നല്ല ധാരണ ഉണ്ടാകണമല്ലോ. ഈ പറഞ്ഞത് ശരിയാണ് എങ്കിൽ സ്വാഭാവികമായും പാർട്ടിയുടെ ആ ധാരണ സർക്കാരിനെയും അറിയിക്കും. CPIM പ്രവർത്തകർ പ്രതികളാകാൻ പോകുന്നു, അവർ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ സർക്കാരിനോട് ഇതല്ല ശരി, ഇത് തെറ്റായ കാര്യമാണ്, പോലീസ് ഈ പാർട്ടി പ്രവർത്തകരെ തെറ്റായി വേട്ടയാടുകയാണ് എന്ന് സ്വാഭാവികമായും പറഞ്ഞിരിക്കുമല്ലോ പാർട്ടി. കൃത്യമായും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംവിധാനത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടാവും. തെറ്റുപറ്റി എന്നുള്ളതൊരു വസ്തുതയാണ്, ആ സത്യമാണ്. ഇപ്പോൾ അത് ഒരിക്കലും സർക്കാർ തിരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് തിരുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ആദ്യം അറസ്റ്റാകുന്നത് കൊടിസുനിയും പാച്ചൂട്ടി ബിജുവും അടക്കമുള്ള ആളുകളാണ്. അതായത് മറ്റ് കേസുകളിലും പ്രതികളാക്കപ്പെട്ടിട്ടുള്ള CPIMന് വേണ്ടി അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അന്ന് വിചാരിച്ചോ ശരി ഇവരുടെ പേരിലല്ലേ കേസുണ്ടാകുന്നത്, എന്നാൽ ആവട്ടെ എന്ന് വിചാരിച്ചോ? അല്ല, CPM പത്രസമ്മേളനം നടത്തി പറഞ്ഞു, പൊതുയോഗങ്ങൾ നടത്തി പറഞ്ഞു. എല്ലാ കേന്ദ്രങ്ങളിലും ഈ ആവശ്യം, ഇത് CPIMന് ബന്ധമില്ലാത്ത സംഭവമാണ്, ഇവർ നിരപരാധികളാണ് എന്ന് തുടക്കം തൊട്ടേ ഞങ്ങൾ പിന്നാലെ പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇതിൽ കണ്ണി ചേർക്കപ്പെടാൻ, ഞങ്ങളുടെ നിരപരാധിത്വം, ഇതിൽ വ്യാജമായി കളവായി പ്രതിചേർക്കപ്പെട്ട ആളുകൾ നിരപരാധികളാണ് എന്ന് നിരന്തരമായി ആ ആവശ്യം പൊതുസമൂഹത്തിന് മുമ്പിലും അതേപോലെ പൊതുയോഗങ്ങളിലും നാട്ടുകാരോടും ഞങ്ങൾ ആവർത്തിച്ചത് കൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഞങ്ങളിതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ടാവുക. താങ്കൾ പ്രതിയാക്കപ്പെടുന്നത് CBI അന്വേഷണം, ഫസലിന്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം CBI അന്വേഷണം ഉത്തരവിടുകയും CBI അന്വേഷണം നടപ്പാക്കുകയും ചെയ്തപ്പോഴാണ്. ആദ്യഘട്ടത്തിൽ അല്ല. ആദ്യഘട്ടത്തിൽ ഈ CPIMന്റെ കൊലയാളി സംഘത്തിൽ മുൻപും ഉണ്ടായിട്ടുള്ള ആളുകൾ പ്രതികളാക്കപ്പെട്ട ഘട്ടത്തിൽ എന്നാൽ പിന്നെ ആയിക്കൊള്ളട്ടെ എന്നൊരു സമീപനം ഉണ്ടായിരുന്നു. ഒരു കാര്യം, CPIMന് അങ്ങനെ ഒരു കൊലയാളി സംഘമില്ല. അത് തെറ്റായൊരു പ്രചരണമാണ്. CPIMന് ഒരു കൊലയാളി സംഘം എന്നുള്ള ഒരു വിശേഷണം കൊടുക്കുന്നതല്ല. മറ്റ് പല കേസുകളിലും പ്രതികളാണ് ഇവർ, അതുകൊണ്ടാണ് അതൊരു കൊലയാളി സംഘമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. CPIMന് അങ്ങനെ ഒരു സംഘമില്ല. മറ്റൊന്ന്, നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഈ പറയുന്ന ആദ്യം പ്രതികളാക്കപ്പെട്ട 3 പേർക്ക് വേണ്ടിയും കുടുംബാംഗങ്ങളും ഒപ്പം പാർട്ടിയും ഈ സത്യം ബോധ്യപ്പെടുത്താൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് പിന്നാലെ 2 വർഷം കഴിഞ്ഞ് KP ജിജേഷ് എന്ന നിങ്ങളുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടല്ലോ. അത് ഫസലിൻ്റെ കൊലപാതകത്തിൻ്റെ പ്രതികാരമാണ് എന്നുള്ള തരത്തിൽ കഥകൾ ഉണ്ടായിരുന്നു. അത് NDFകാർ ചെയ്തതാണ് എന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, RSS പ്രവർത്തകരാണ് അതിൽ അറസ്റ്റിലായത്. യഥാർത്ഥത്തിൽ ആ കൊലപാതകത്തിൽ പ്രവർത്തിച്ചതും
ഫസലിനെ കൊന്ന അതേ സുബീഷും കൂട്ടരുമാണ് എന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ ആ കേസിലും ശരിയായ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ പോലീസിന്, അതായത് ഇടത് സർക്കാരിൻ്റെ കാലത്തെ പോലീസിന്. അപ്പോൾ ആ പോലീസ് എന്ത് പണിയായിരുന്നു എടുത്തത്? പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് മാറിയത് കൊണ്ട് മാത്രം പോലീസ് സേനയാകെ മാറും എന്ന് നമുക്ക് കരുതാനാവില്ല. പോലീസിലും RSSകാരുണ്ടാവും, കോൺഗ്രസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും, മറ്റു പല രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും അവരുടെ രാഷ്ട്രീയ താല്പര്യവും പാർട്ടി താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എക്കാലത്തും പോലീസിലുണ്ടാവും. ഇവിടെ CBI അതിൻ്റെ കുറ്റപത്രത്തിൽ ആരോപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത CPIM എന്ന പാർട്ടിക്കെതിരെ കൂടിയാണ്. തലശ്ശേരിയിൽ വർഗീയമായ അസ്വാസ്ഥ്യം ഉണ്ടാക്കുക എന്ന പ്രവർത്തനം കൂടി ഇതിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, തലശ്ശേരി കലാപകാലത്തടക്കം മാതൃകാപരമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള CPIM ഈ 2006 കാലത്ത് എന്താണ് ചെയ്തത് എന്ന അത്ഭുതമുണ്ടാക്കുന്ന ഒന്നാണ്. അതിനെപ്പോലും കൗണ്ടർ ചെയ്യാൻ പറ്റിയോ? CPIMനെ കുറിച്ച് ഇത് പറഞ്ഞാലും തലശ്ശേരിയിലെ ജനങ്ങളത് വിശ്വസിക്കില്ല. തലശ്ശേരിയിലെ മുസ്ലിം ജനസാമാന്യം, തലശ്ശേരി മുനിസിപ്പൽ പ്രദേശത്തുള്ള 50% വരുന്ന മുസ്ലിം ജനസാമാന്യം മഹാഭൂരിപക്ഷവും CPIMൻ്റെ ഒപ്പമാണ്. അവരെ പിന്തിരിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഫസലിൻ്റെ കൊലപാതകം തന്നെ നടത്തിയത് എന്ന് ഞങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ പെരുന്നാൾ ദിവസം, ആ പെരുന്നാൾ നോമ്പ് കാലത്ത് വളരെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുക എന്ന് വന്നാൽ സ്വാഭാവികമായും അതിൽ ചില ധ്രുവീകരണങ്ങളുണ്ടാവും. ഇപ്പോൾ CBIയെ കുറിച്ച് നിങ്ങൾക്ക് വിമർശനമുണ്ട്. BJP സർക്കാരിൻ്റെ കാലത്തെ CBI പോലും അല്ല ഇക്കാര്യത്തിൽ ഈ നിഗമനങ്ങളിലെത്തിയത്. ഇനിയിപ്പോൾ CBIയെയും വിട്ടേക്കൂ, ഈ ഘടകങ്ങൾ എന്തുകൊണ്ടാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പരിശോധിക്കാതിരുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഇതുപോലത്തെ നിരവധി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 1.5 വർഷത്തോളം കിടന്നിട്ടുണ്ട്. ഈ കള്ളക്കേസിൽ, ഈ വ്യാജ കേസിൽ ഞങ്ങൾ കിടന്നു. അന്ന് അവിടെ പല പരിപാടികളിൽ ജഡ്ജിമാരുൾപ്പെടെ പങ്കെടുക്കാറുണ്ട്. ഒരു ജഡ്ജിയുടെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത്, നിയമത്തിൻ്റെ മുമ്പിൽ തെളിവുകളാണ് പ്രധാനം, ശിക്ഷിക്കപ്പെടുന്നത് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ കോടതികൾക്കറിയാം ശിക്ഷിക്കപ്പെട്ട പല ആളുകളും നിരപരാധികളായിരുന്നു എന്ന്. അതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ! ഇപ്പോൾ ഈ ജയകൃഷ്ണൻ വധക്കേസിനെ കുറിച്ച് പോലും ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് കോടതി പറഞ്ഞത്. ജഡ്ജി പോലും അത് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ പ്രതികളല്ല, കേസിന്റെ കാര്യത്തിലാണെങ്കിൽ ശരിയാണ്, നിരപരാധികളാണ്, ശിക്ഷ അനുഭവിക്കുകയും തൂക്കിക്കൊല്ലുന്നതിന്റെ വക്കുവരെ എത്തുകയും ചെയ്തത്. പക്ഷേ ആ പ്രതികളെ ആര് പാർട്ടി കൊടുത്തത് കൊണ്ടല്ലേ യഥാർത്ഥ പ്രതികൾ പിന്നെ ആരാണെന്ന് വ്യക്തമായല്ലോ. അതും തെറ്റായൊരു കാര്യമാണ്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പാർട്ടി എൻ്റെ അനുഭവത്തിൽ ഇന്നുവരെ ഒരു കൊലക്കേസിൽ ഇവരാണ് പ്രതികൾ, ഇവരെയാണ് പ്രതികളാക്കേണ്ടത് എന്ന് പറഞ്ഞ ചരിത്രം, ഞാനിപ്പോൾ ഒരു 10-40 വർഷത്തിലധികമായി പാർട്ടിയിൽ വന്ന് തുടങ്ങിയിട്ട്, അതിൽ ഏറെ വർഷക്കാലവും ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു 10-30 വർഷത്തോളം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലൊന്നും എൻ്റെ എക്സ്പീരിയൻസിൽ, നമ്മുടെ പാർട്ടി എക്സ്പീരിയൻസിൽ പ്രതികളെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഏർപ്പാടില്ല. അതൊരു തെറ്റിദ്ധാരണാജനകമായ വാദഗതിയാണ്. അങ്ങനെയാണെങ്കിൽ അതും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത്, EK നായനാരുടെ കാലത്താണ് ആ സംഭവവും നടന്നത്. ഇങ്ങനെ കൃത്യമായി പ്രതികളല്ലാത്തവരെ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് പിടിക്കുക എന്ന് പറയുന്നത് എന്ത് ഏർപ്പാടാണ്? ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഒരു കൊളോണിയൽ സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പോലീസ് രീതികൾ. അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് ഗവൺമെൻറ്റേ മാറുന്നുള്ളൂ, ഭരിക്കുന്ന പാർട്ടികളെ മാറുന്നുള്ളൂ. ആ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. എന്നാൽ EK നായനാർ ആഭ്യന്തരമന്ത്രിയാണ്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയുമാണ്, രണ്ടുപേരും കണ്ണൂരുകാരാണ്. രണ്ടുപേരും EK നായനാർ തലശ്ശേരിയെ പ്രതിനിധീകരിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത് തന്നെ. എന്നിട്ടും ഇവർ ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ അന്യായമായി പിടിച്ച് തടങ്കലിലിടുക, ഒരുപക്ഷെ തൂക്കിക്കൊല്ലാൻ വരെ സാധ്യതയുണ്ടായിരുന്ന ജയകൃഷ്ണൻ കേസിൽ എന്താണ് ഈ സംഭവിക്കുക? ഇതെങ്ങനെയാണ് വിശദീകരിക്കുക? ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരു വസ്തുതയാണ്. അതാര് ഭരിക്കുന്നു എന്നുള്ളതല്ല. പോലീസിൻ്റെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായ നിഗമനങ്ങളോടെ, കൃത്യമായ തെളിവുകളോടെ കേസുകളിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ വ്യക്തമാക്കുന്നത്, CPMൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കേസിൽ ഇന്ന ആളുകളെ പ്രതികളാക്കണം എന്ന് ലിസ്റ്റ് കൊടുക്കുന്ന ഏർപ്പാട് CPIMനില്ല. ശരി, ആയിക്കൊള്ളട്ടെ. TK രജീഷ് ആണല്ലോ അക്കാര്യത്തിൽ കുറ്റസമ്മതം മൊഴി നൽകിയത്. രജീഷ്
ഇങ്ങനെയുള്ള പല ഓപ്പറേഷനിലും പങ്കെടുത്ത ആളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷനിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ പിടിക്കപ്പെടാതെ അവരെ വീണ്ടും ഈ കൊലപാതകത്തിന് ഉപയോഗിക്കുക എന്നുള്ള താല്പര്യം കൊണ്ടായിരിക്കുമല്ലോ സാധാരണക്കാരായ നിരപരാധികളായ ആളുകൾ ഈ കേസുകളിലൊക്കെ രജീഷിൻ്റെ കുറ്റസമ്മത മൊഴിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ രീതികളുടെ ഒരു ദൗർബല്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് തെറ്റുപറ്റുന്നത്? തലശ്ശേരി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ കീഴിലുള്ള തലശ്ശേരിയിലെ പോലീസിന് തെറ്റുപറ്റുന്നു. ഇ കെ നായനാരുടെ കീഴിലുള്ള, അതേ തലശ്ശേരിയെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയായി ഇ കെ നായനാരുടെ കീഴിലുള്ള, അദ്ദേഹവും ഹോം മിനിസ്റ്ററാണ്, അദ്ദേഹത്തിന് കീഴിലുള്ള പോലീസിന് തെറ്റുപറ്റുന്നു. എന്നിട്ട് ഇരകളാക്കപ്പെടുന്നത് മുഴുവൻ CPIM പ്രവർത്തകരും. തമാശയായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ആവർത്തിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതാണ് സത്യം. ഞങ്ങൾ ചങ്ക് തുറന്ന് പറയുകയാണ്. അന്വേഷണ സംവിധാനങ്ങൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. CBI താങ്കളെ പ്രതി ചേർക്കാനായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ മൊഴിയാണ്. പാർട്ടി ചെയ്തതാണെങ്കിൽ അത് രാജനും ചന്ദ്രശേഖരനും അറിഞ്ഞതായിരിക്കും എന്നൊരു മൊഴി വന്നാൽ സ്വാഭാവികമായി ആ സംശയം താങ്കളിലേക്ക് എത്തുമല്ലോ. അപ്പോൾ പാർട്ടിയുടെ സംവിധാനം ഇങ്ങനെയൊക്കെയാണ്, ഇന്ന ആളുകൾ അറിഞ്ഞാലേ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടക്കൂ എന്ന് പറയുന്നത് ഒക്കെ തെറ്റായ ചില ധാരണകളാണ്. സംഘടനാപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമായിരിക്കും. പാർട്ടിയുടെ സ്റ്റേറ്റ് നേതൃത്വം പ്രക്ഷോഭ സമരങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തീരുമാനിച്ചാൽ ആ തീരുമാനങ്ങൾ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. ഇതൊക്കെ ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞ് നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി എഴുതിപ്പിച്ച കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. തലശ്ശേരി ഏരിയ കമ്മിറ്റിക്കും കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും പോലീസ് ഇക്കാര്യത്തിൽ തെറ്റായി വൈരനിര്യാതനപരമായി നീങ്ങുകയാണ് എന്ന് ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ള സ്വാധീനവും സ്വാതന്ത്ര്യവുമില്ലേ? അല്ല, അതൊക്കെ പൊതുവായി പറയുമ്പോൾ തന്നെ അതെല്ലാവരിലും എത്തുമല്ലോ. അതിലെന്താ സംശയം? ഞങ്ങളുടെ പാർട്ടി നിലപാട് ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കിയാൽ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ഒരു പൊതുയോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് തന്നെയാണല്ലോ അതിൻ്റെ നിലപാട്. അത് എവിടെയെല്ലാം എത്തണമോ അവിടെയെല്ലാം എത്തുമല്ലോ. അതാണ് അതിൻ്റെ രീതി. എന്നിട്ടും ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. SITയുടെ തലവന് CPIM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ആഭ്യന്തരമന്ത്രി ഇതുപോലുള്ള സന്ദർഭത്തിൽ പോലീസിൽ ഇടപെടുക എന്ന രീതി, ആഭ്യന്തരമന്ത്രി പറഞ്ഞ് ആളുകളെ പിടിക്കുക എന്ന രീതി എൻ്റെ പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇടപെടുന്ന രീതിയും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അനീതി സംഭവിച്ചാൽ അത് തിരുത്തണ്ടേ? അല്ല, നമുക്കിപ്പോൾ പ്രശ്നം ആഭ്യന്തരമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുക എന്ന വിഷയത്തിലേക്ക് ഇപ്പോൾ അഭിലാഷത്തണ്ട. ആഭ്യന്തരമന്ത്രി എന്നുള്ളതല്ല വിഷയം. അന്ന് അന്വേഷിച്ച ഘട്ടത്തിലും ഈ കേസിൻ്റെ കാര്യത്തിൽ പിശകുകൾ പറ്റിയിട്ടുണ്ട്. ആ വസ്തുതകൾ നാട്ടിൽ നടന്ന ഒട്ടനേകം സംഭവങ്ങളെപ്പോലെ, നിരവധിയായ കേസുകളെപ്പോലെ നിരപരാധികളുടെ മേലെയാണ് ആ കേസുകളും വന്ന് ചാർത്തപ്പെട്ടത്. ആ തെറ്റുകൾ ഇനി തിരുത്തുക, ബോധ്യപ്പെടുക, ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ നീതി ലഭിക്കുക, ഈ ആവശ്യത്തിലാണ് പൗരസമൂഹം നിൽക്കുന്നത്. ഈ ആവശ്യത്തിലാണ് പൗരസമൂഹം നിൽക്കേണ്ടതും. പക്ഷേ അതെങ്ങനെ ബോധ്യപ്പെടും, എങ്ങനെ തിരുത്തും എന്നുള്ള പ്രശ്നമുണ്ട്. ഇവിടെ സുബീഷിൻ്റെ കുറ്റസമ്മത മൊഴി പോലീസിൻ്റെ കൈവശമുണ്ട്. അത് മർദ്ദിച്ച് പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് സുബീഷിൻ്റെ നിലപാട്. കോടതിയെ അദ്ദേഹം സമീപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ നിയമ പോരാട്ടവുമായി BJP മുന്നോട്ട് പോവുകയാണ്. അല്ല, സ്വാഭാവികമായും ഒരു സത്യം പുറത്തു വരുമ്പോൾ ആ സത്യത്തെ മൂടിവെച്ചവർക്ക് അങ്കലാപ്പുകൾ ഉണ്ടാവുക, ഭയമുണ്ടാവുക, ബേജാറുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സുബീഷിനെ പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ല. 2 വർഷം മുമ്പ് ഈ രേഖകൾ, ശബ്ദരേഖകൾ ഉൾപ്പെടെ പലരുടെയും കൈകളിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല, ഉണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ സംഭാഷണ രേഖകളിൽ, ആ ശബ്ദരേഖകളിലെ വിഷയങ്ങൾ പത്രങ്ങളിൽ വാർത്തയായി വന്നിട്ടുണ്ട്, പത്രസമ്മേളനങ്ങളിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മർദ്ദിച്ച് പറയിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഈ കാര്യത്തിൽ വരില്ല. അവിടുത്തെ തലശ്ശേരിയിലെ പോലീസ് DGPക്ക് ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. DGP എന്ത് ചെയ്തു എന്നെനിക്കറിയില്ല. DGPയുടെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യ ശ്രവ്യ തെളിവുകൾ മുഴുവൻ ഉണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയുടെ മുൻപിൽ ആഭ്യന്തരമന്ത്രി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ബോധ്യം വെച്ച് ഈ തെളിവുകൾ ഏത് ഏജൻസിയാണോ അന്വേഷിച്ചിട്ടുള്ളത് ആ ഏജൻസിക്ക് അത് കൈമാറും എന്നാണ് അതിൻ്റെ എൻ്റെ അറിവ്. അത് ശരിയാണോ എന്നറിയില്ല. ചിലപ്പോൾ അത് ആഭ്യന്തര സംവിധാനം, കേരളത്തിലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഈ കൊലപാതകം നടത്തിയത് RSSകാരാണെങ്കിൽ
കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന്, കൊല്ലപ്പെട്ട ആളുടെ സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ബോധ്യമുണ്ടല്ലോ. ആദ്യത്തെ സമാധാന യോഗത്തിൽ NDF-കാർ കൈ ചൂണ്ടി സംസാരിച്ചത് താങ്കൾ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷമുള്ള അവസ്ഥ എന്താണ്? ഫസലിൻ്റെ ഭാര്യയാണ് ഇക്കാര്യത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യവുമായി നിരന്തരം നീതിപീഠത്തെ സമീപിക്കുകയും ഒടുവിൽ അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തത്. അവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ CPIM-നെതിരെയാണ്, അവരുടെ ഭർത്താവിൻ്റെ ജീവന് നീതി ലഭിക്കാൻ വേണ്ടി. അവർ കൺവിൻസ്ഡ് അല്ല. അതിൽ നമ്മൾ കാണേണ്ടത് ഈ സംഭവത്തിൽ നുണ 100 വട്ടം അല്ല 1000 വട്ടം ആവർത്തിച്ചുകൊണ്ട് പല ആളുകളെയും സംശയാലുക്കളാക്കി മാറ്റാനും നുണയാണ് സത്യമെന്ന് വരുത്തി തീർക്കാനും ഒരു പരിധിവരെ അന്നത്തെ മാധ്യമ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥ സത്യം മൂടിവെക്കപ്പെട്ടു, അസത്യം സത്യമായിട്ട് ജനങ്ങൾ വിശ്വസിച്ചു. അതിൻ്റെ എല്ലാം ഭാഗമായി പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു തെറ്റിദ്ധാരണയിലായിരിക്കാം ഫസലിൻ്റെ ഭാര്യയും ചെന്നെത്തിയിട്ടുള്ളത്. പിന്നെ മത്സരിച്ച കാര്യം പറഞ്ഞല്ലോ, മത്സരിച്ചതെല്ലാം അവരുടെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ അവിടെ എത്രയാണ് വോട്ട് കിട്ടിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 40 വോട്ടിൽ താഴെയാണ് അവിടെ ആ വാർഡിൽ കിട്ടിയത്. ഇപ്പോൾ ഞങ്ങളുടെ മത്സരവും നടന്നല്ലോ. അത് ഞങ്ങളാരും ആ മണ്ഡലത്തിൽ ആ ഡിവിഷനിൽ പോകാതെയാണ് മത്സരിച്ചത്. ഞങ്ങളെ ജനങ്ങൾക്കറിയാം, നാട്ടുകാർക്കറിയാം. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ എന്നെ ജയിപ്പിക്കാൻ, അതുപോലെ ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായി. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാവും, ജനങ്ങൾക്ക് നമ്മളെ അറിയാം. ഈ സംഭവം തെറ്റായി വ്യാഖ്യാനിച്ച് ദുരുദ്ദേശപരമായി ഒരു ഗൂഢാലോചനയുടെ ഇരകളാക്കപ്പെട്ടവരാണ് CPIM പ്രവർത്തകരായ, CPIM അനുഭാവികളായ ഫസൽ കേസിലെ 8 പ്രതികളും എന്ന് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം, NDF-കാർക്കറിയാം. NDF-ൻ്റെ ആളുകളൊക്കെ ഇത് പരസ്യമായി സമ്മതിക്കുമെന്നറിയില്ല, പക്ഷേ അവർക്കൊക്കെ ഈ കാര്യങ്ങളറിയാം. അവർ സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ ഈ സത്യം, വസ്തുത അംഗീകരിച്ചിട്ടുമുണ്ട്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം വരുമ്പോൾ അത് ജനങ്ങളുടെ തിരിച്ചറിവ് എന്നതിനപ്പുറത്ത് പാട്യം അല്ലെങ്കിൽ തിരുവങ്ങാട് CPIM-നെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ്. സ്വാഭാവികമാണ്. കാരായി രാജനല്ല മറ്റൊരാൾ മത്സരിച്ചാലും അവിടെ CPIM സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ആളെ ജയിക്കൂ. അത് ഒരു ഏകകമാണോ? അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അത് കേരളം മുഴുവൻ ഒരു ക്യാമ്പയിനായിരുന്നു, CPIM-ൻ്റെ അല്ല, മറ്റ് കക്ഷികളുടെ. അന്നത്തെ KPCC അധ്യക്ഷനടക്കമുള്ള ആളുകൾ കൊലയാളികളെ മത്സരിപ്പിക്കുന്നു CPIM, ഇതാണ് സംസ്കാരം എന്ന ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥ വന്നു കാരായി രാജനും ചന്ദ്രശേഖരനും മത്സരിച്ചപ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കുകയല്ലേ നിങ്ങൾ വേണ്ടത്? അതായത് KPCC പ്രസിഡന്റ് മാത്രമല്ല ഞങ്ങളെ കൊലയാളികളെന്ന് വിളിച്ചത്, AK ആൻ്റണിയെ കൊണ്ടും അത് പറയിപ്പിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിലാകെ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോൾ നിരപരാധികളായ കുറേ മനുഷ്യന്മാരെ കൊലയാളികൾ, കാരായിമാർ സമം കൊലയാളികൾ എന്ന ഒരു വിശേഷണം പോലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അഭിലാഷ് പറഞ്ഞു, ഇത് CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചതല്ലേ. ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തല്ലാതെ പിന്നെ ഞങ്ങൾ വേറൊരു നാട്ടിൽ പോയിട്ട് മത്സരിക്കാൻ പറ്റും? പിന്നെ അതിരിക്കട്ടെ, ഈ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. സാധാരണഗതിയിൽ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഡിവിഷനിൽ 8000-ഓ 9000-ഓ 6000-ഓ വോട്ടുകൾക്ക് വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ ഏകദേശം 22,000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് NDF-ൻ്റെ സ്ഥാനാർത്ഥിയും അതേപോലെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും എല്ലാം സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒരു മണ്ഡലത്തിൽ, ഒരു ഡിവിഷനിലാണ് നമ്മൾ 22,000-ത്തിനടുത്ത് വോട്ടുകൾക്ക് വിജയിക്കുന്നത്. ശരി, ഈ 4-4.5 വർഷത്തിനിടയ്ക്ക് വ്യക്തിപരമായ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായി തീരുമാനിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു. ആ സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസാന ദിവസങ്ങളിൽ മാത്രം വെറുതെ ഒന്ന് പോകാനേ കഴിഞ്ഞുള്ളൂ. മകളുടെ കല്യാണത്തിന് അതിഥിയെപ്പോലെ പങ്കെടുക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള വിഷമങ്ങളെയൊക്കെ എങ്ങനെ അതിജീവിച്ചു? ഒന്ന്, വ്യക്തിപരമായ നഷ്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോയത് ഞാൻ പെടുത്താറില്ല. അതൊന്നും എനിക്ക് വ്യക്തിപരമായ നഷ്ടങ്ങളെയല്ല, അതെല്ലാം പാർട്ടിയുടെ തീരുമാനമാണ്. അത് വരും പോകും. പിന്നെ വ്യക്തിപരമായ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായി ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള കള്ളക്കേസാണ് എന്നുള്ളത് കൊണ്ട് അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായി നേരിട്ടു. മകളുടെ വിവാഹത്തിൽ ഒരു വെറും സന്ദർശകനായിട്ടാണ് പോയിട്ടുള്ളത്. അത് ചന്ദ്രശേഖര സഖാവിൻ്റെ മകൻ്റെ വിവാഹവും നടന്നത് ചന്ദ്രേട്ടൻ ജയിലിൽ കിടക്കുമ്പോഴാണ്. ആ സഖാവിനും അതുപോലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ഒരു മകളുടെ വിവാഹത്തിൽ
ഒന്ന് പങ്കെടുത്ത് മുഖം കാണിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് വീണ്ടും തിരിച്ച് പഴയ വനവാസത്തിലേക്കെന്ന പോലെ എറണാകുളത്തേക്ക് ഞങ്ങൾ വരികയാണ്. അപ്പോൾ ഇത് വ്യക്തിപരമായി അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് എളിയ രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ പൂർവികന്മാരും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അവർ കള്ളക്കേസ് പെടുത്തിയിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. നാടുകടത്തൽ, ഇതുപോലുള്ളൊരു നാടുകടത്തൽ ഇത്രയൊന്നും ഉണ്ടായില്ല. സ്വദേശാഭിമാനിയുടെ നാടുകടത്തലിനെ കുറിച്ചേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു അസ്വാഭാവികമായ നാടുകടത്തൽ കൂടി ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും സാമൂഹ്യ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നാട്ടുകാരുമായുള്ള സ്നേഹബന്ധങ്ങളൊക്കെ പകർന്നു കിട്ടുന്നതിലൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും നീതിയിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ്. നീതിയുടെ പ്രകാശം അനധിവിദൂരമല്ല എന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എറണാകുളത്ത് ഇരുമ്പനത്താണല്ലോ താമസിക്കുന്നത്. അവിടെ ഇപ്പോൾ താങ്കൾ താമസിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള പ്രദേശം അറിയപ്പെടുന്നത് തന്നെ കാരായി മുക്ക് എന്നാണ്. ആ നിലയ്ക്ക് സന്ദർശകർ ഒരുപാട് വരുന്നത് കൊണ്ടായിരിക്കും. എറണാകുളം കേന്ദ്രീകരിച്ച് ഇനി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയി കൂടെ? എല്ലാം അതിലൊരു കുഴപ്പമില്ലല്ലോ. ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ ഒത്തില്ല എങ്കിൽ ഇവിടെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വരും. പക്ഷേ എന്തു വന്നാലും പിറന്നു വീണ മണ്ണിൽ ചവിട്ടി നിൽക്കുക, ആ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഒരു ഊർജ്ജമുണ്ടല്ലോ, ആ മണ്ണിൻ്റെ ഗന്ധം, ആ മണ്ണിൻ്റെ ഒരു സൗരഭ്യം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വൈകാരികമായ ഒരു തലം, പ്രത്യേകിച്ച് സമരഭരിതമായ ഒരു മണ്ണ്, രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ, ദേശീയ പോരാട്ടങ്ങൾ നടന്ന ഒരു മണ്ണിൽ നിൽക്കുമ്പോൾ ആ മണ്ണിൻ്റേതായ ഒരു കരുത്തും ശക്തിയും, ആ മണ്ണിൽ ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ, അതുകൊണ്ട് ഇവിടെയുള്ളവർ നല്ല മനുഷ്യരല്ല എന്നല്ല, ജനിച്ച വീണ, പിറന്നു വീണ ഒരു മണ്ണിൻ്റെ ആ മണ്ണിനോടുള്ള ഒരാഭിമുഖ്യം, ആ മണ്ണിനെ ബഹുമാനിക്കുന്ന, ആ മണ്ണിൽ തലകുനിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഞങ്ങൾ നിരപരാധികളാണ് എന്ന് സമൂഹത്തോട് പറഞ്ഞു. നുണപരിശോധന നടത്താം എന്ന് 5 കൊല്ലം മുമ്പ് എഴുതി കൊടുത്തയാളാണ് ഞങ്ങൾ. CBIക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ. പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തണം. ഞങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞാൻ തയ്യാറാണ്. ഈ പ്രതികളിൽ പലരും എഴുതി കൊടുത്തിട്ടുണ്ട്. നുണപരിശോധന നടത്താമായിരുന്നു. നുണപരിശോധനക്ക് പോലും തയ്യാറായില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്കാണ് പ്രാമുഖ്യം. അവിടെ നീതിക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല, അവിടെ സത്യത്തിന് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. അവിടെ സത്യം കുരിശിലേറ്റപ്പെട്ടു. ഞങ്ങളെ നശിപ്പിക്കാൻ CPMനെ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, നന്മയുടെ ആൾക്കാരാണ് CPIM. ആ നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, CPIM ആകുന്ന നന്മയുടെ പൂമരം കരിഞ്ഞു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തലശ്ശേരിയിലുണ്ട്, കണ്ണൂരിലുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഈ വ്യക്തമായ മുൻകൈ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ കാരായി രാജൻ. താങ്ക് യു.